കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്ഷിക്കപ്പെട്ട ശേഷം 41ാമത്തെ കൺവെൻഷനിലാണ് ഞാനിവിടെ പങ്കുകൊള്ളുന്നത്. ആദ്യത്തെ വർഷങ്ങൾ 77 വരെ ഒറ്റയ്ക്കും, അതിനുശേഷം കുടുംബമായിട്ടും ഈ കൺവെൻഷൻ സംബന്ധിക്കുവാൻ, അവിടെ ഇരിക്കാനും ഇവിടെ ഇരിക്കാനും ഓടി നടക്കാനും എല്ലാം കർത്താവ് അവസരം എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ പ്രത്യേകം എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാനിവിടെ കയറി വന്നപ്പോൾ കണ്ടത്, ഞാൻ എൻ്റെ പിതാവിനെ തുല്യം സ്നേഹിക്കുന്ന മോനിച്ചാനെ, പ്രൈസ് ഗോഡ്, പക്ഷെ മോനി മാത്യു അവർ, ഹല്ലേലൂയ. അമേരിക്കയിൽ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം താൻ സീനിയർ ശുശ്രൂഷനായിരിക്കുന്ന സിസിൽ മാത്യു ശുശ്രൂഷിക്കുന്ന ആ ചർച്ചിൽ കൺവെൻഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഒന്നിലധികം അനേക പ്രാവശ്യം പോയപ്പോഴെല്ലാം തന്നെ അവസരം തന്നിട്ടോ. അതോടെ ദൈവത്തെ സ്തുതിക്കുന്ന കാണാനിടയായതുകൊണ്ട് ഡെട്രോയിറ്റിൽ നിന്ന് പക്ഷെ ജോയ് ജോൺ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ വലിയ സന്തോഷത്തോടെ അവിടെ പോയാലും പ്രൈസ് ഗോഡ് കാണുകയും ശുശ്രൂഷയിൽ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സണ്ണി താഴമ്പള്ളം, പ്രൊഫസർ ജോളി, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഹൂസ്റ്റണിൽ അവർ താമസിക്കുന്ന ഭവനത്തിൽ പോകുവാനും കൺവെൻഷനിൽ സംബന്ധിക്കുവാനും പ്രസംഗിക്കുവാനും എല്ലാം കർത്താവ് അവസരങ്ങൾ തന്നിട്ടുള്ളതോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ പി കുര്യൻ, ഇങ്ങനെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഉള്ളതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ഞാനിവിടെ വന്നപ്പോൾ ഓർത്ത് അമേരിക്ക മുഴുവൻ ഇങ്ങോട്ട് വന്നല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ എ വി എബ്രഹാമിൻ്റെ തലമുറയിൽ നിന്ന് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന കർത്തൃദാസൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം എനിക്ക് പക്ഷേ എ വി എബ്രഹാമിനുള്ള ബന്ധം, ഞാൻ വിശ്വാസത്തിൽ ചർച്ചകോടിൽ വന്ന ശേഷം ഒരു പ്രസംഗം ഒരിക്കൽ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആ പ്രസംഗിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് പക്ഷേ എ വി എബ്രഹാമാണ്, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് പറയുന്നതാണെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അന്ന് മനസ്സിൽ കുറിച്ചിട്ട കാര്യങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കൂടാതെ ഇന്ന് നമ്മുടെ ശുശ്രൂഷകൾക്ക് ഈ കാണുന്ന എല്ലാം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ ദൈവസഭകൾക്ക് 1000-ലധികം വരുന്ന ദൈവസഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ജെ ജെയിംസ് അവറുകൾ, ഹല്ലേലൂയ. ഇതിനു മുൻപ് ഈ സഭയെ നിയന്ത്രിച്ച് ഇപ്പോൾ കർണാടക അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ എം കുഞ്ഞപ്പി അവറുകൾ, പാസ്റ്റർ പി ജി മാത്യൂസ് അസിസ്റ്റൻ്റ് ഓവർസിയർ, എൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ പാസ്റ്റർ വൈ റെജി, പ്രൈസ് ഗോഡ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, council members, praise God, board members and all in Christ. എല്ലാത്തിലുപരിയായി നിങ്ങളേവർക്കും കർത്താവ് യേശുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമിൽ നിന്നുകൊണ്ട് സംസാരിച്ച പാസ്റ്റർ സിസിൽ മാത്യുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്. ആ തോർത്ത് ഒരിക്കലും മറക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ആ തോർത്ത് ഓർമ്മയുള്ള കാര്യമൊരു സ്തോത്രം ചെയ്യാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന ഒരു വ്യക്തി മറക്കാതെ ഓർത്തിരിക്കേണ്ട സത്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം, ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഫ്രോനിയോ ക്രിസ്റ്റോസ് ഇസൗസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇന്ന് രാത്രി നമുക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അത് ഏറ്റെടുക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ചില ശുശ്രൂഷകന്മാർ ഈ ദേശത്ത് ഭാരതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള, ആസാം മുതൽ പഞ്ചാബ് വരെയുള്ള 36 സംസ്ഥാനങ്ങളും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും യേശുവിനെ അറിയുവാൻ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതാണ്. People should know who is Jesus. യേശു ആര്? Praise God. കൂടെ നടന്ന ശിഷ്യന്മാർ പോലും, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. What manner of man is this? ഇവൻ ആര്? Praise God. 3.5 വർഷം കൂടെ നടന്നാലും 30,000 വർഷം കൂടെ നടന്നാലും യേശു ആരെന്ന് മനസ്സിലാക്കാൻ അത്ഭുതങ്ങൾ കൊണ്ടല്ല, പ്രൈസ് ഗോഡ്, അടയാളങ്ങൾ കൊണ്ടല്ല,
ദൈവത്തിന് സ്തോത്രം. അവൻ എന്തിനു വന്നു എന്ന് മനസ്സിലാക്കുവാൻ. What is the mission of Jesus Christ? യേശു എന്തിനീ ഭൂമിയിലേക്ക് വന്നു അത് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവന്റെ ദൗത്യം എന്ത്. അവന്റെ ദൗത്യം എന്ത്? പ്രൈസ് ഗോഡ്. ദൗത്യം മനസ്സിലാക്കിയാൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പാസ്റ്റർ സിസിൽ മാത്യു പറഞ്ഞതുപോലെ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന അതേ വീര്യത്തോടും അതേ ശക്തിയോടും അതേ നിശ്ചയത്തോടും അതേ സമർപ്പണത്തോടും കൂടെ മേശയിൽ ശുശ്രൂഷിക്കാൻ മടി കാണത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ചിലരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഹല്ലേലൂയ, ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. യെസ്, അഭിഷേകം വേണം, പരിജ്ഞാനം വേണം, സമർപ്പണം വേണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ടാണ്, തീരുമാനിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി മേശയിൽ ഒതുങ്ങി നിൽക്കത്തില്ല. ഫിലിപ്പോസേ, പ്രൈസ് ഗോഡ്, ശമരിയ പട്ടണത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവകൃപയുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ, പ്രൈസ് ഗോഡ്, അഭിഷേകമുള്ളവനെ ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ എവിടെ ജനിച്ചാലും എവിടെയായിരുന്നാലും നിന്നെ ഒളിപ്പിച്ചു വെക്കാൻ ഏറിയാൽ 3 മാസം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുഞ്ഞ് സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് എത്ര നാൾ ഒളിപ്പിച്ചു? 3 മാസം. അത് കഴിഞ്ഞപ്പോൾ മോശ കിടക്കേണ്ട സ്ഥലത്ത് കിടക്കാനല്ല, അവൻ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടി അവനെ ഇറക്കിവിട്ട സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഈ നാളുകളിൽ നിങ്ങളിലും എന്നിലും വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്തൃദാസൻ എന്നോട് പറഞ്ഞല്ലോ, എന്നോട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പറഞ്ഞു, യോഹന്നാന്റെ ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, താൻ പറഞ്ഞ ഒരു കാര്യം എന്നെ സ്പർശിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കിടന്ന് ചുറ്റി നടന്ന് സെയീർ പർവ്വതത്തെ ചുറ്റിയതുപോലെ മേശയ്ക്കും കസേരയ്ക്കും ചുറ്റി നടന്നത് അവസാനിപ്പിച്ചിട്ട് ഈ നാളുകളിൽ മനുഷ്യരുടെ മധ്യത്തിലേക്ക് ഇറങ്ങുവാൻ, ദേശത്തിലേക്ക് ഇറങ്ങുവാൻ, കവലകളിലേക്ക് ഇറങ്ങുവാൻ, പ്രൈസ് ഗോഡ്, രാജ്യങ്ങളിലേക്ക് ഇറങ്ങുവാൻ, നോർത്ത് ഇന്ത്യയിലേക്ക് ഇറങ്ങുവാൻ, സൗത്ത് ഇന്ത്യ ഇറങ്ങുവാൻ, വയനാട്ടിലേക്ക് പോകുവാൻ, മലബാറിലേക്ക് പോകുവാൻ ഒരാത്മാവ് നമുക്കുണ്ട്. യേശുവിന്റെ ഭാവത്തിൽ അത് നടക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ദൗത്യം മനസ്സിലാക്കി സുവിശേഷവുമായി ഇറങ്ങാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സുവിശേഷവുമായി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരൊറ്റ കാര്യം മതി, അതിനുള്ള മനസ്സ് മതി. മനസ്സുള്ളവനെ അഭിഷേകം ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തള്ളയാടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന അനുഭവത്തിൽ വിശ്വസ്തനായി നിന്നാൽ നിനക്ക് അഭിഷേകം തന്ന് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ഏലാ താഴ്വരയിൽ എത്തിച്ച് അവൻ നിന്നെ കുറിച്ച് പാട്ടുപാടിക്കുന്ന ദൈവമാണ് ദാവീദ്, എന്റെയും നിന്റെയും ദൈവം. യെസ്, നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം മനസ്സിലാക്കാതെ പോയാൽ, ക്രിസ്തുയേശുവിന്റെ ഭാവം മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പ്രയോജനപ്പെടത്തുള്ളൂ. ദാവീദേ, നിന്റെ ദൗത്യം നിന്നെ കളിയാക്കുന്ന ചേട്ടന്മാരോട് മല്ലുപിടിക്കലല്ല, നിന്നെ നിന്ദിക്കുന്ന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സഹോദരങ്ങളോട് വഴക്കടിക്കലല്ല, നിന്റെ നേരെ കുന്തം ചാണ്ടുന്ന അവൻ അമ്മായിയപ്പനെ മര്യാദ പഠിപ്പിക്കലല്ല, നിന്നെ
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അനുസരിക്കാത്ത നിന്ദിക്കുന്ന മീഖളിനെ പ്രൈസ് ഗോഡ് ഒരു പാഠം പഠിപ്പിക്കാനല്ല. പ്രൈസ് ഗോഡ് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അവിടെ നടക്കുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് നിനക്കെതിരെ നിൽക്കുന്ന ഒരു ഗോലിയാത്തുണ്ട്. ദേശത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവമക്കളെ വെല്ലുവിളിക്കുന്ന ഒരു ഗോലിയാത്തുണ്ട്. അവനെ കൈകാര്യം ചെയ്യുവാൻ എന്നെയും നിന്നെയും ദൈവം വിളിച്ചിരിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി അങ്ങോട്ട് തിരിച്ചുവിട്. അഭിഷേകത്തിന്റെ ശക്തി അങ്ങോട്ട് തിരിച്ചുവിട്. ചേട്ടന്മാരുടെ നേരെ തിരിക്കല്ലേ, അമ്മായിയപ്പന്റെ നേരെ തിരിക്കല്ലേ, സഭയ്ക്ക് നേരെ തിരിക്കല്ലേ, ദൈവദാസന്മാരുടെ നേരെ തിരിക്കല്ലേ, കമ്മിറ്റിക്കാരുടെ നേരെ തിരിക്കല്ലേ. ദൈവത്തിന് വേണ്ടി ഒരു ഗോലിയാത്തിന്റെ നേരെ അവിടെ പല ഹദുരക ജഗനകര ഗന്ധല ഹോട്ടൽ കൗടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ശ്രദ്ധ തെറ്റിക്കുന്ന അവൻ ദർശനം തെറ്റിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഞങ്ങൾ അധികാരമെടുക്കുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തോട്ടിക്കിടക്കുന്ന മിനുസമുള്ള 5 കല്ല് എന്തിനുപയോഗിക്കാൻ? ഗോലിയാത്തിനെ വീഴിക്കാൻ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. ദൗത്യമുള്ളവന് ഒരു നിശ്ചയമുണ്ട്. പ്രൈസ് ഗോഡ്. അഭിഷേകമുള്ളവന് ദൗത്യമുണ്ട്. ദൗത്യമുള്ളവന് അഭിഷേകമുണ്ട്. കർത്താവ് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആദ്യമായി പരസ്യമായി തൻ്റെ സ്വന്തം നാട്ടിൽ സിനഗോഗിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ ചുരുള് അവൻ്റെ കയ്യിൽ കൊടുത്തു. 61-ാം അധ്യായം എടുത്തങ്ങ് വായിച്ചു. ആമേൻ. തൻ്റെ ദൗത്യം 7 കാര്യങ്ങളാണെന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. 1, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. 7 ദൗത്യങ്ങൾ. 1, ഘോഷിപ്പാൻ. എന്ത്? എളിയവരോട് സദ്വർത്തമാനം. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനാണ്. എളിയവരെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹല്ല് ദരിദ്രന്മാരല്ല. ആമേൻ. ഹല്ല് താഴ്മയോടെ ദൈവത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാൻ മനസ്സുള്ളവരോട് ദൂതറിയിക്കാൻ മുടക്കണം ദൈവദാസന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഘോഷിപ്പാൻ. 2, കെട്ടാൻ, കെട്ടുവാൻ. ഹല്ലേലൂയ. ആരെ? ഹൃദയം തകർന്നവരുടെ മുറി കെട്ടാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലെ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഭാവത്തിന് ഉടമകളായി നമ്മൾ മാറും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. 3, അറിയിപ്പാൻ. ഹൃദയം തകർന്നവരെ തടവുകാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. 4, പ്രസംഗിപ്പാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം. എന്താ പ്രസംഗിക്കേണ്ടതെന്നുള്ളതിനേക്കാൾ വലുത് എങ്ങനെ പ്രസംഗിക്കണമെന്നുള്ളതിനേക്കാൾ വലുത് പ്രൈസ് ഗോഡ് പ്രസംഗിക്കാനുള്ള മനസ്സുണ്ടോ? പ്രൈസ് ഗോഡ്. പ്രസംഗിക്കാനുള്ള മനസ്സ് ഉള്ളവന് പുൾപിറ്റ് കിട്ടണമെന്നില്ല. 365 ദിവസവും പ്രസംഗിക്കാൻ അവസരം ഈ കേരളത്തിലുണ്ട്, ഈ ഭാരതത്തിലുണ്ട്, ലോകത്ത് എവിടെ പോയാലും ഉണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ഞാനും എൻ്റെ വൈഫും ദൈവ സ്തോത്രം അവിടെയുള്ള ചില സഹോദരന്മാരും നിങ്ങൾക്ക് പരിചയമുള്ളൊരു ജെയ്സനുമുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ 5 മണിക്കൂർ ടൈംസ് സ്ക്വയറിൽ നിന്ന് കൊടുത്തത് 12,000 ട്രാക്റ്റാണ് കൊടുത്തത്. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ ട്രാക്റ്റ് കൊടുക്കാൻ അവസരമുണ്ടെന്ന്. ഹല്ലേലൂയ. ലോകത്ത് ഏത് വൻകരയിൽ ചെന്നാലും യേശുവിൻ്റെ നാമം ഉയർത്തുവാനുള്ള അവസരമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ഉയർത്തിയിട്ട് ആരെങ്കിലും നിന്നെ താഴ്ത്താൻ നോക്കിയാൽ പേടിക്കണ്ട. നീ ആരെ ഉയർത്തിയോ അവൻ നിന്റെ കൂടെ കാണും. The name of Jesus. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ആശ്വസിപ്പിക്കുവാൻ. പ്രസംഗിക്കാനും പ്രസിദ്ധമാക്കാനും കെട്ടാനും അഴിക്കാനുമുള്ള സകല ശുശ്രൂഷയുടെയും പരമമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ആശ്വസിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കിയവർ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ?
ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും സകല ശുശ്രൂഷകളും ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. പ്രസംഗിക്കുന്നത് കുത്താനും വെട്ടാനുമല്ല, സാക്ഷി പറയുന്നത് ഇടിക്കാനും പൊളിക്കാനുമല്ല. പ്രാർത്ഥനയിൽ പോലും കുത്തുവാചകങ്ങൾ തിരികെ കയറ്റി ശുശ്രൂഷിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവസഭ വെളിയിൽ വരണം. ദൈവസഭയ്ക്ക് വെളിപ്പെടുത്താനുള്ളത് മറ്റുള്ളവരുടെ കുറവുകളല്ല, അവരുടെ പോരായ്മകളല്ല, അവരുടെ ഇല്ലായ്മകളല്ല, അവരുടെ വല്ലായ്മകളല്ല. ആമേൻ, എന്നെയും നിന്നെയും രക്ഷിക്കാൻ കഴിവുള്ള ഒരു യേശുവുണ്ട്. ഇത് നമുക്ക് വെളിപ്പെടുത്താനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം തന്നെ ഇതിന്റെ ഒരു വെളിപ്പാടാണ്. സഹായിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. ആശ്വാസം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്തത് കൊടുപ്പാൻ. വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ. ഹല്ലേലൂയ. അറിയിപ്പാനും കൊടുക്കാനും പ്രസിദ്ധമാക്കാനും കെട്ടാനും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഘോഷിപ്പാനും ഉള്ള പ്രസംഗിക്കാനുമുള്ള ദൗത്യം തന്നയക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ ദൗത്യം പ്രാപിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അങ്ങനെ കർത്താവ് വന്നിട്ട് നമ്മൾ വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യെശയ്യാ പ്രവചനത്തിൽ ഈ അധ്യായത്തിൽ ഈ ഭാഗമെടുത്തവൻ വായിച്ചു, മടക്കി കയ്യിലോട്ട് കൊടുത്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. 1000 മണിക്കൂറിൻ്റെ എഫക്റ്റ് ആ ഒരൊറ്റ വാചകനുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. അങ്ങനെ ദൗത്യം പ്രാപിച്ചവർ ദൗത്യത്തിൽ നിന്നുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ളതാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം. ക്രിസ്തുവേശുവിലുള്ള ഭാവം. ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. അത് മനസ്സിലാക്കാൻ, ഒരാളുടെ മനസ്സിലിരിക്കുന്ന മനസ്സിലാക്കാൻ അയാളുടെ പ്രവൃത്തി നോക്കണം, ചെയ്തത് നോക്കണം, ചെയ്യുന്നത് നോക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലിരിക്കുന്നത് മനസ്സിലാക്കാൻ പ്രവൃത്തി നോക്കിയാൽ മതി. ആമേൻ. കൊച്ചി രാജാവ് കൊച്ചി ഭരിച്ചുകൊണ്ടിരിക്കുമ്പം നാട്ടിൽ അറിയപ്പെടുന്നൊരു കള്ളനുണ്ടായിരുന്നു. അയാളുടെ പേര് ഇത്തിക്കരപ്പക്കി. നിങ്ങൾ കേട്ട് കാണും ചിലരെങ്കിലും. ഇത്തിക്കരപ്പക്കി. ഇത്തിക്കരപ്പക്കി എന്ന് പറയുന്ന കള്ളനെ പിടിക്കാനായിട്ട് കൊച്ചി മഹാരാജാവ് ഒരു വിളംബരം ഇട്ടു. അവനെ പിടിക്കുന്നവന് 1000 വരാഹൻ ഇനാം സമ്മാനം കൊടുക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒടുക്കം അവനെ പ്രൈസ് ഗോഡ് എറണാകുളത്ത് ബ്രോഡ്വേലിട്ട് പിടിച്ചെന്നാണ് പറയുന്നത്. അന്ന് ബ്രോഡ്വേ ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല, കഥയാട്ടോ. ഇവനെ ബ്രോഡ്വേലിട്ട് പിടിച്ച് അന്നത്തെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ രാഘവൻ ഏട്, ഹെഡ് കോൺസ്റ്റബിളിനെ ഏടെന്നാണ് വിളിക്കുന്നത്, രാഘവനേട് ഇത്തിക്കരപ്പക്കിയെ അറസ്റ്റ് ചെയ്ത് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാ ചോദിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നടന്ന ഇവനെ എന്ന് പറഞ്ഞാൽ ഇത്തിക്കരപ്പക്കി പെൺവേഷം കെട്ടി നടക്കുക. ആ കാലത്ത് കണ്ട പെണ്ണല്ലെന്ന് ഒരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഇങ്ങനെ വേഷം മാറി നടന്ന ഇവനെ എടോ രാഘവ താൻ എങ്ങനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു? തിരുമേനി, അത് വളരെ എളുപ്പമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇയാൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന അനേകരുടെ കൂട്ടത്തിൽ നടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പുറകിൽ കൂടെ ഇങ്ങനെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? ഇന്ത്യൻ സാരി ഹൗസിൻ്റെ വാതിക കൂടെ പോയപ്പോൾ ഈ പെണ്ണ് അങ്ങോട്ട് നോക്കിയില്ല. എനിക്ക് മനസ്സിലായി ഇത് പെണ്ണല്ല. പ്രവൃത്തി കാണുമ്പോൾ അറിയാം ഒറിജിനൽ ആരാണെന്ന്. പ്രവൃത്തി കാണുമ്പോൾ അറിയാം മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഹല്ലേലൂയ. അതേ തിയറി നമുക്ക് യേശു ക്രിസ്തുവിനൊന്ന് അപ്ലൈ ചെയ്തിട്ട് ചിലത് പകർത്താനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ള ഭാവം വെളിവാക്കുന്ന ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്നത്, നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നത് ഇന്ന് രാത്രി വേഗത്തിൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നാമത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നത് ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ചാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു ജീസസ് വെപ്റ്റ്
യേശു കരഞ്ഞു. എന്തിനാ യേശു കരഞ്ഞു? യേശു എന്തിനു കരഞ്ഞു? ഹല്ലേലൂയ. നമ്മൾ അതിനു മുമ്പ് വായിക്കുന്നു, വ്യക്തമായി യേശു പറഞ്ഞു, ലാസർ നിദ്ര കൊള്ളുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ നിദ്ര കൊള്ളുന്ന, അവൻ ഉണർന്നോളും കർത്താവേ, അവനെ ഉണർത്താനൊന്നും നമ്മൾ പോകണ്ട, തന്നെ എണീറ്റോളും, ഉറക്കം തീരുമ്പോൾ തന്നെ എണീറ്റോളും. കർത്താവ് പറഞ്ഞില്ല, ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. 2 ദിവസം താമസിച്ച് മരിക്കാൻ കാത്തു നിന്ന യേശുവിനെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് മറിയ ചോദിച്ചത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ആളെ അയക്കേണ്ട സമയത്ത് ഞങ്ങൾ അറിയിച്ചതാ, എന്നിട്ടും താമസിച്ച് വന്നേക്കുക, എനിക്കിപ്പോൾ സ്വീകരിക്കാൻ മനസ്സില്ല. മറിയയുടെ പാപം അത് വെളിവാക്കുന്നു. എന്നാൽ മാർത്ത കൊച്ചമ്മ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം, പുള്ളിക്കാരി വചനമൊന്നും കേട്ടിട്ടില്ലെങ്കിലും പെരുമാറാൻ അറിയാമായിരുന്നു. പ്രൈസ് ഗോഡ്. ഏതായാലും വിഷയത്തിലേക്ക്, ആ വിഷയത്തിൽ ഞാൻ പോകുന്നില്ല. മാർത്ത മുമ്പോട്ട് വന്നു, മറിയയെ വിളിച്ചുകൊണ്ടുവന്നു. ഹല്ലേലൂയ. മാർത്തയും മറിയയും യഹൂദന്മാരും കരയുന്നത് കണ്ടപ്പോൾ, ഹല്ലേലൂയ, ലാസറിനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവൻ, മാർത്തയുടെയും മറിയയുടെയും പ്രശ്നത്തിന്റെ പരിഹാരം ഒരുത്തുവാൻ കഴിവുള്ളവൻ, ലാസർ മരിച്ചെന്നറിയാവുന്നവൻ, അവൻ, ഹല്ലേലൂയ, കല്ലറയുടെ വാതുക്കൽ നിന്ന് 4 ദിവസമായി നാറ്റം വച്ചെന്ന് ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട, അറിയാകുന്നവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത നിമിഷത്തിൽ ഈ ലാസറിനെ ജീവനോടെ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്ന് നിശ്ചയമുള്ളവൻ എന്തിനു കരഞ്ഞു? അവൻ യേശുവിന്റെ ഹൃദയം കരയുന്നവരോടുകൂടെ കരയുന്ന ഹൃദയമായിരുന്നു. ഇന്ന് രാത്രി മറ്റുള്ളവരുടെ കണ്ണുനീർ കാണുമ്പോൾ നിന്റെ ഹൃദയം ഉള്ളം നൊന്ത് കലങ്ങത്തക്കവണ്ണം, കരയത്തക്കവണ്ണം ഒരു കമ്പാഷൻ, ഒരു പാഷൻ കൊണ്ട് നിറയുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ സഹോദരിമാർ പറയാറുണ്ട്, ഭർത്താക്കന്മാരുടെ ഹൃദയം ഭയങ്കര കഠിനമാണെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം സഹോദരിമാരൊക്കെ മരിച്ചോടത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആരും മരിച്ചില്ലെങ്കിലും അവർ കരയാൻ തുടങ്ങും. കാരണം കരയുന്നവരെ കണ്ടിട്ടാണ്. പ്രൈസ് ഗോഡ്. കരയുന്ന ഒരാളെ കണ്ടാൽ ഹൃദയം തകരുന്നൊരു സ്വഭാവമായിരുന്നു യേശുവിന്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഹൃദയം തകർന്ന് വല്ലതും അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ, വല്ലതും വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി എനിക്ക് ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം തകർന്നുകൊണ്ട് ഇന്ന് രാത്രി അപേക്ഷിക്കുക. നിന്റെ ഹൃദയത്തിന് മുറി കെട്ടുവാൻ, തകർന്ന നിന്റെ ഹൃദയത്തെ മുറി കെട്ടുവാൻ അവൻ ഈ ലോകത്ത് അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി നിന്റെ പ്രശ്നം തീർക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർന്ന ഹൃദയങ്ങളെ മുറികെട്ടാൻ വന്ന കർത്താവേ, ചില ഹൃദയങ്ങൾ ഉടഞ്ഞിരിക്കുന്നത്, ഇടിഞ്ഞിരിക്കുന്നത് നീ മുറികെട്ടി സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ചില കൊച്ചു കൊച്ചു വിഷയങ്ങൾ ഉള്ളിൽ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വലിയ വലിയ വിഷയമൊന്നുമല്ലായിരിക്കാം ആ മറ്റുള്ളവർക്ക്, എന്നാൽ നിനക്ക് വലിയ വിഷയമായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യന്റെ ഒരു കുഴപ്പം അതാണ്, അവൻ്റെ വീക്ക്നെസ് അതാണ്. ഒരു സഭായോഗത്തിന് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എപ്പോഴും സ്തോത്രം പറയാറുള്ള, എപ്പോഴും ഹല്ലേലൂയ പറയാറുള്ള, വളരെ പ്രസന്നവദനയായിട്ടിരിക്കുന്ന ഒരു സഹോദരി ഇങ്ങനെ നനഞ്ഞ തുണി പോലെ ഇരിക്കുന്ന കണ്ടു. എന്ന് സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, ഇന്ന് എന്നാ പറ്റി? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. പ്രസംഗം നിർത്തിവെച്ചും കൂടെ ഇരിക്കുന്ന വിശ്വാസിയുടെ മുഖം വാടിക്കണ്ടാൽ എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രസംഗം ആശ്വസിപ്പിക്കാനാണ്. ചോദിച്ചപ്പം പുള്ളിക്കാരുന്ന മറുപടി കേൾക്കണോ? ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു പശു പ്രസവിക്കാറായി നിൽപ്പുണ്ട്, അതിനെ തൊഴുത്തിലിട്ടോ ഞാൻ വന്നേക്കുന്നതെന്ന്. നമുക്ക് വലിയ വിഷയമൊന്നുമല്ല, അവർക്കത് വലിയ വിഷയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ട് പോയി, എൻ്റെ ദൈവം കാക്കുമെന്നുള്ള ഉറപ്പെനിക്ക് കിട്ടി. ഞാൻ നിന്നാലും നിന്നില്ലെങ്കിലും എൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഒരു ദൈവമുണ്ട്. തകർന്ന ഹൃദയങ്ങളെ മുറികെട്ടുന്ന ദൈവം ഇന്ന് രാത്രി ഈ കൺവെൻഷൻ പന്തലിൽ നിന്റെ തലമുറയെ കുറിച്ചോ, നിന്റെ വീടിനെ കുറിച്ചോ, നിന്റെ മക്കളെ കുറിച്ചോ, നിന്റെ പിതാവിനെ കുറിച്ചോ, രോഗിയായി കിടക്കുന്ന മാതാവിനെ കുറിച്ചോ ഹൃദയം തകർന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു സൗഖ്യമയക്കാൻ, ഒരു വിടുതലയക്കാൻ യേശു മതിയായവനാണ്.
ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടങ്ങി ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് മുമ്പ് അതിവേഗത്തിൽ ഓടുന്ന വചനം, ഇവിടെ നിന്ന് കേൾക്കുന്ന ഈ വചനം ഓടിച്ചെന്ന് ചില സൗഖ്യങ്ങൾ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. Be healed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ നടക്കട്ടെ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഒരുപക്ഷെ ജോലി കിട്ടാതിരിക്കുന്ന മകനെ കുറിച്ച് വിഷമിച്ചിരിക്കുന്ന ദൈവവൈതലേ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഹൃദയം നഗർന്നവരെ മുറുകെട്ടാൻ വന്ന കർത്താവ്, ഹല്ലേലൂയ, നമ്മെ ആശ്വസിപ്പിക്കാൻ വന്ന കർത്താവ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന് പ്രസിദ്ധമാക്കുവാനുള്ളത് ബദ്ധന്മാർക്ക് വിടുതൽ, തടവുകാർക്ക് സ്വാതന്ത്ര്യം. അതിൻ്റെ ഒരു ഭാഗമാണ് പാതാളത്തിന് ആടുകളായി മൃത്യു മേയിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് നിത്യജീവനെ തന്ന് നിന്നെയും എന്നെയും വിടുവിക്കുന്ന പദ്ധതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരം, ആ യേശുവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഉള്ളിൽ വ്യാപരിച്ചപ്പോൾ കർത്താവ് കരഞ്ഞു. കരയുന്നൊരു ഹൃദയം. നമ്മുടെയൊക്കെ ഒരു ചെറിയ നഷ്ടം വന്നാൽ അത് കരയാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നഷ്ടം വന്ന ഒരു വ്യക്തി വേദനപ്പെടുന്നത് കാണുമ്പോൾ അവനോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അവനോട് താതാത്മ്യം പ്രാപിക്കാൻ യേശുവിൻ്റെ മനസ്സ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. രണ്ടാമത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്നുകൂടിയ പുരുഷാരം 3 ദിവസമായി വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ യേശു പറഞ്ഞു, ഇവർ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, ഇവരൊന്നും കഴിച്ചിട്ടില്ല. മറ്റുള്ളവൻ്റെ വിശപ്പ് മനസ്സിലാക്കാനുള്ള മനസ്സ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് കഴിയാൻ പറ്റും. പല വീട്ടിലും പ്രൈസ് ഗോഡ്. നമ്മുടെ വീട്ടിൽ പ്രൈസ്, ഇന്ന് കർത്താവിൻ്റെ ദാസൻ അത് തൊട്ടുപോയി, തണ്ണി താഴം വെള്ളം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. വീട്ടിനകത്ത് സമൃദ്ധിയായിരിക്കുമ്പോൾ സമൃദ്ധിയില്ലാത്തവനെ ഓർക്കാൻ കഴിവുള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് സമൃദ്ധി ഉണ്ടെങ്കിലും എൻ്റെ സമൃദ്ധിയിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, മറ്റുള്ളവരെ വിശപ്പ് മാറ്റാനെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പഴയ കാലത്ത് ആമേൻ കപ്പയും മീനുമേ ഉണ്ടായിരുന്നുള്ളൂ, കപ്പയും കാന്താരി മുളകുമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉച്ച സമയത്ത് വടിക്കക്കൂടെ ഒരുത്ത് നടന്നു പോയാൽ, വീട്ടിലോട്ട് കയറിയാൽ പച്ചവെള്ളവും കിട്ടും, കപ്പയും ചമ്മന്തിയും കിട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് നട്ടുച്ചയ്ക്ക് ആമേൻ മോഡേൺ സകല സൗകര്യങ്ങളുമുള്ള, ദൈവം ഫ്രിഡ്ജുള്ള, ഓവനുള്ള, പ്രൈസ് ഗോഡ്, മിക്സിയുള്ള, ദൈവത്തിന് സകല സൗകര്യമുള്ള വീട്ടിൽ ചെന്നാൽ 12 മണിക്ക് കയറി ചെന്നാൽ ഇവൻ ഇറങ്ങി പോകുന്നവരെ ചോറ് വിളമ്പത്തില്ല, പോയിക്കഴിഞ്ഞേ വിളമ്പത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റുള്ളവൻ്റെ വിശപ്പ് മനസ്സിലാക്കാൻ അവനെ വയറ് നിറച്ചൊന്നും കൊടുക്കണ്ട. 3 പേർക്ക് ഉണ്ടാക്കിയത് 4 പേർക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നേ. 4 പേർക്ക് ഉണ്ടാക്കിയത് 6 പേർക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നേ. നിനക്കും എനിക്കുമുള്ളതിൻ്റെ അല്പം ഒരു പിടി ചോറെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കത്തക്കവണ്ണം പട്ടിണി കിടക്കുന്നവനെ കുറിച്ച് പ്രൈസ് ഗോഡ് യേശുവിനൊരു കരുതലുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇവരെ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ പിതാവ് ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരിക്കൽ. പ്രൈസ് ഗോഡ്, നിന്റെ വീട്ടിൽ ഒരുത്തൻ വന്നാൽ 1000 കൊടുക്കാൻ കാണത്തില്ല, 10,000 കൊടുക്കാൻ കാണത്തില്ല, പക്ഷേ 10 രൂപ കൊടുക്കാനുണ്ടല്ലോ, കൊടുത്തേക്കണം. ഇല്ലെന്ന് പറഞ്ഞ് അയക്കരുത്. അങ്ങനെ നീ കൊടുത്താൽ നിന്റെ വീട് നിറഞ്ഞിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പറഞ്ഞ 10 രൂപ പോരാട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, കപ്പലണ്ടിപ്പൊതി ഒരെണ്ണത്തിന് 10 രൂപ കൊടുക്കണം, കടല വറുത്തതിന്. പ്രൈസ് ഗോഡ്. കടലയ്ക്ക് ചിലവാക്കുന്ന കാശ് കൊണ്ടല്ല കർത്താവിനെ സേവിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അത്രയും ഞാൻ പറഞ്ഞു വിടുക. ആമേൻ. പട്ടിണിക്ക് അവരെ അയച്ചാൽ
അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഒരു ഭാരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്ത മനസ്സ് നമ്മൾ കാണുന്നത് ലൂക്കോസ് വിശേഷം 18-ാം അധ്യായത്തിലാണ്. 35 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എരിഹോവിനുള്ള വഴിക്കരികെ ഒരു കുരുടൻ ഇരന്നുകൊണ്ടിരുന്നിരുന്നു. തെണ്ടിയ, പിച്ചക്കാരന, ബഗർ. അവൻ പ്രമാണികളുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, അന്ന് പുരുഷാരം കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ഇതെന്നാ ബഹളം? ആരോ അവനോട് പറഞ്ഞു, നസ്രയനായ യേശു കടന്നു പോകുന്നു. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഉള്ളത്തിലൊരാശ കിട്ടി. ആമേൻ. ഈ യേശു എന്നെ ഒന്ന് കടാക്ഷിച്ചാൽ എൻ്റെ കുരുട്ട് കണ്ണ് തുറക്കാനിടയായിത്തീരും. അവൻ കുരുട്ട് കണ്ണ് തുറന്നാൽ പിറ്റേ ദിവസം തൊണ്ട് അവൻ്റെ അഡ്രസ്സ് മാറും. പ്രൈസ് ഗോഡ്. അവൻ്റെ മക്കൾ സ്കൂളിൽ അറിയപ്പെടുന്നത് പൊട്ടക്കണ്ണൻ്റെ മക്കളെന്നാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ്റെ വീട് അറിയപ്പെടുന്നത് പൊട്ടക്കണ്ണൻ്റെ വീടെന്നാണ്. യേശു ഒന്ന് കണ്ടാൽ, യേശു എന്നെ ഒന്ന് നോക്കിയാൽ എൻ്റെ അഡ്രസ്സ് മാറും. ഇന്ന് രാത്രി യേശു ചിലരെ നോക്കുന്ന രാത്രിയാകട്ടെ, ചില അഡ്രസ്സുകൾ മാറുന്ന രാത്രിയാകട്ടെ, ചില മേൽവിലാസങ്ങൾ മാറുന്ന രാത്രിയാകട്ടെ. ശത്രു അഡ്രസ് മാറ്റത്തില്ല. നിന്നെ തൊഴിലില്ലാത്തവനെന്ന് പറഞ്ഞ്, ശുശ്രൂഷ ഇല്ലാത്തവനെന്ന് പറഞ്ഞ്, ജോലി ഇല്ലാത്തവനെന്ന് പറഞ്ഞ്, വിവാഹം നടക്കാത്തവനെന്ന് പറഞ്ഞ്, മാമൻ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, വീടില്ലാത്തവനെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, നിന്നെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഇല്ലായ്മ മാറ്റി അവൻ ഉള്ളവനാക്കി മാറ്റുവാൻ കഴിവുള്ള ആകാശത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമം ഇന്ന് രാത്രി മഹത്വമെടുക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, കർത്താവ് വരുന്നെന്ന് കേട്ടപ്പോൾ അവൻ നിലവിളിച്ചു, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. അവൻ പ്രൈസ് ഗോഡ് ഇങ്ങനെ വിളിച്ചപ്പോൾ കൂടെ മുമ്പിൽ നിന്നിരുന്നവർ, ചുറ്റും നിന്നവർ മിണ്ടാതിരിയടാന്ന് പറഞ്ഞു. അവനോ അധികം ഉറക്കം നിലവിളി. അടുത്തത് വായിക്കുന്നത്, യേശു നിന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരു പാവപ്പെട്ട അവൻ്റെ കരച്ചിലിൻ്റെ മുമ്പിൽ നിൽക്കാനും കാര്യം അന്വേഷിക്കാനുമുള്ള പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മനോഭാവം ഇല്ലാതെ എത്ര ക്രൂസേഡ് നടത്തിയാലും, എത്ര രോഗശാന്തി നടത്തിയാലും, എത്ര സഭകൾ പണിതാലും, എത്ര വലിയ കാര്യങ്ങൾ നടത്തിയാലും, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, കേൾക്കാൻ പോകുന്ന മറുപടി എന്നാണെന്നറിയാമോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. ഞാൻ നഗ്നനായിരുന്നു, വിശപ്പുള്ളവനായിരുന്നു, നീ എനിക്ക് ഉടുക്കാൻ തന്നില്ല, നീ എനിക്ക് കുടിക്കാൻ തന്നില്ല, നീ എനിക്ക് കഴിക്കാൻ തന്നില്ല. എപ്പോഴാണ് കർത്താവേ നീ എൻ്റെ അടുക്കൽ കുടിക്കാൻ ചോദിച്ചത്? എപ്പോഴാണ് കർത്താവേ നീ എൻ്റെ അടുക്കൽ ഉടുക്കാൻ ചോദിച്ചത്? ഹല്ലേലൂയ. ഈ പാവപ്പെട്ട ഒരുവനിൽ, ഈ ചെറിയ ഒരുവനോട് നീ ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് ചെയ്തിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഈ നാളുകളിൽ പേഴ്സ്, ഹല്ലേലൂയ, പേര് വിളിച്ചു പറയുന്നിടത്ത് മാത്രമല്ല, പേരറിയാത്തിടത്തേക്കും കൂടെ പേഴ്സിൽ നിന്ന് 1000ന്റെ നോട്ടുകൾ ഇറങ്ങി പറക്കട്ടെ. പ്രൈസ് ഗോഡ്. പേര് വിളിച്ചു പറഞ്ഞാൽ ഹല്ലേലൂയ ലക്ഷങ്ങൾ കൊടുക്കാൻ ആളുണ്ടെന്ന്. പേര് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ കൊടുത്തത് തിരിച്ചു മേടിക്കും. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. രാത്രി ദൈവമക്കളെ, ദരിദ്രനെ ഓർത്തോണം, ദരിദ്രനെ ഓർത്തോണം. പാവപ്പെട്ടവൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കണം, എന്നിട്ട് പ്രസംഗിച്ചാൽ മതിയെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്തത് ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ, കൂനിയായ ഒരു സ്ത്രീ 18 വർഷമായി ആരാധനയ്ക്ക് വരുന്നു പോകുന്നു, പക്ഷെ വിടുതലില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാണേണ്ടവൻ കണ്ടു കഴിഞ്ഞു, അന്ന് അവക്ക് വിടുതലായി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും നേരെ നടക്കുന്നവരാണ്. പെതസ്താക്കുളത്തിൽ വർഷങ്ങളായി കിടക്കുന്ന, 38 വർഷമായി കിടക്കുന്ന ഒരുത്തനുണ്ട്. ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ അവരെക്കുറിച്ച് പറയുന്നത് ലെസ് ഫോർച്യുനേറ്റ്. നമുക്ക് 2 കാലുമുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വരുമാനമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ആളുകളെ, ലെസ് ഫോർച്യുനേറ്റ് ആയിട്ടുള്ള ആളുകളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കുനിഞ്ഞു നടക്കുന്നവരെ നിവർത്തി നടത്താനുള്ള അധികാരം കൂടെ എനിക്ക് നിനക്കും തന്നിട്ടുണ്ട്. തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ച് നടത്താനുള്ള അധികാരം കൂടെ എനിക്ക് നിനക്കും തന്നിട്ടുണ്ട്. കുളം കലങ്ങുമ്പോ ഇറങ്ങുന്ന ആമേൻ ഹല്ലേലൂയ പരിപാടി മാറിയിട്ട് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു
പരിപാടി ആരംഭിച്ചാൽ, കുളത്തിലിറങ്ങിയാൽ ഒരുത്തനെ സൗഖ്യമാകത്തുള്ളൂ. എന്നാൽ യേശുവിന്റെ നാമം അഭിഷേകത്തിന്റെ ശക്തിയോടെ വെളിപ്പെടുമ്പോൾ ക്യാൻസർ രോഗികൾ അനേകന് സൗഖ്യമാകും, മാരക രോഗികൾ സൗഖ്യമാകും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി സഭയിൽ വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, ആത്മാക്കൾ കൂട്ടമായി രക്ഷിക്കപ്പെടും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി സഭയിൽ വ്യാപരിച്ചാൽ ദേശത്ത് വിടുതലുകൾ നടക്കും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി സഭയിൽ വ്യാപരിച്ചാൽ സഭയിലെ പെൺകുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കും. യേശുവിന്റെ ശക്തി, നാമത്തിന്റെ ശക്തി സഭയിൽ വ്യാപരിച്ചാൽ സഭയിൽ, ഹല്ലേലൂയ, തൊഴിലില്ലാതെ അലയുന്ന ചെറുപ്പക്കാർക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുക്കും. ഇതെല്ലാം അനുഭവിക്കുമ്പം 10 9 പൊക്കോട്ടെ, ഒരുത്തമെന്ന് നന്ദി പറയൂ. നമുക്ക് നന്ദി പറയുന്നില്ലെന്നുള്ള കംപ്ലൈന്റ് വേണ്ട. മുതൽ മുടക്കിയത് നമ്മളല്ല, മുതൽ മുടക്കിയത് നിങ്ങളല്ല. നമ്മൾ ആകപ്പാടെ ചെയ്തത് യേശുവിന്റെ നാമത്തിൽ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്ഭുതം നടന്നതാണ്, വിടുതൽ നടന്നതാണ്, രോഗങ്ങൾ സൗഖ്യമാക്കിയതാണ്. ഇതിന് മുതൽ മുടക്കിയവൻ അതിന്റെ പരിഹാരം ചെയ്തോളും. എനിക്ക് നന്ദി വേണ്ട, എനിക്ക് പ്രതിഫലം വേണ്ട, നന്ദിയും വേണ്ട. മുടക്കിയത് ഞാനല്ലെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ അങ്ങോട്ട് അവൻ്റെ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനസ്സറിയണമെങ്കിൽ, ആമേൻ, ക്രിയയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ന്യായപ്രമാണം അങ്ങ് ഇട്ടുകൊടുത്തു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ശരിയാ, കൊല്ലണം, സമ്മതിച്ചു. പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിൻ്റെ മനസ്സ് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച മനസ്സ് ഈ നാളുകളിൽ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ദൈവസഭ ഒരു മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയാണ്. തൂങ്ങിച്ചത്തിട്ട് ചാകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവൻ, വിഷം കുടിച്ചിട്ട് ചാകാൻ കഴിയാഞ്ഞവൻ, കുത്തുകൊണ്ടവൻ, വെട്ടുകൊണ്ടവൻ, മരത്തിൽ നിന്ന് വീണവൻ, ഇവനെയൊക്കെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് ആരോഗ്യമുള്ളവനായി തിരിച്ചയക്കാനുള്ള കാഷ്വാലിറ്റിയാണ് ദൈവസഭ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവ പൈതലേ, നമ്മുടെ ശുശ്രൂഷ അതാണ്. ലോകം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒരു ദൈവദാസന് അത് സാധ്യമല്ല. ഹല്ലേലൂയ. ക്രൂശിൽ കിടക്കുമ്പോൾ, തന്റെ മരണത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ, ഹല്ലേലൂയ, നാട്ടുകാർ മുഴുവനും കള്ളനെന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കിയ, കുരിശുമേൽ തൂക്കിയവന്റെ മുഖത്ത് നോക്കി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ യേശുവിന്റെ മനസ്സോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യം കൂടെ പറയട്ടെ, ഒന്നിനോട് പറഞ്ഞോട്ടെ, പ്രൈസ്, സമയത്തിനുള്ളിൽ നിർത്തും. ഹല്ലേലൂയ. അടയാളങ്ങൾ കണ്ടപ്പം യോഹന്നാന്റെ സുവിശേഷം 6:14-15 എഴുതിയിരിക്കുന്നു. ആമേൻ. യേശു അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത് കണ്ടപ്പം ജനത്തിനൊരാഗ്രഹം, ഈ പുള്ളിയെ പിടിച്ച് രാജാവാക്കാം. ഹല്ലേലൂയ. രാജാവാകാൻ അധികാരം കിട്ടാൻ നമ്മൾ കേട്ടല്ലോ, കസേര കിട്ടാൻ കാശ് അങ്ങോട്ട് കൊടുത്ത് അവൻ ആ ആളുകളെ ഇറക്കുന്ന ലോകത്തിൽ രാജാവാക്കാൻ അന്വേഷിച്ച് ഇവനെ കാണാനില്ല. ക്രിസ്തുവേശുവിൻ്റെ മനസ്സ് പേരിൻ്റെ പുറകെ പോകുന്നതല്ല, പെരുമയുടെ പുറകെ പോകുന്നതല്ല, കസേരയുടെ പുറകെ പോകുന്നതല്ല, അധികാരത്തിൻ്റെ പുറകെ പോകുന്നതല്ല. അവൻ, ഹല്ലേലൂയ, അവനെ കണ്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും വിവരക്കേട് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. ഒരു ദൈവദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്ക വന്നു. അദ്ദേഹം ഒരു ടീം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹവും ഉണ്ട്. ഞാനെന്തെന്നറിയാമോ? അപ്പനെ പ്രസിഡൻ്റാക്കി, ടീമിൻ്റെ മകനെ വൈസ് പ്രസിഡൻ്റാക്കി. അപ്പൻ്റെ മുഖത്തൊരു വാട്ടം. ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, എന്നാലും എൻ്റെ സാറേ, അവനെ വൈസ് പ്രസിഡൻ്റാക്കിയില്ല, എന്നെ വെറും പ്രസിഡൻറ്റിലാക്കിയുള്ളൂ. പ്രൈസ് ഗോഡ്. സ്വന്തം മകനെ വൈസ് പ്രസിഡന്റ് ആക്കാനായിട്ട് ഒരക്ഷരം കൂടിയാൽ വഴക്കുണ്ടാക്കുക. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, രാജാവാകാൻ വിളിക്കപ്പെട്ടവനെ രാജാവാകുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏഴാമതായിട്ട് ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. ആറാമതായിട്ട് ദൈവത്തിന്റെ സ്തോത്രം, ലൂക്കോസ് 9:49-50. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അടുത്തത്, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കാത്തവനാകയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു.
എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ നല്ല ആളുകൾ, വേറെ ആരുടെ കൂടെ നിന്നാലും അവൻ മഹാഭാവി. യേശുവിൻ്റെ മനസ്സ് അതല്ലായിരുന്നു. യേശു പറഞ്ഞു, അനുകൂലമല്ലാത്തവൻ പ്രതികൂലമല്ലാത്തവൻ അനുകൂലമാകുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ സഭ സൂപ്പർ സഭ, എൻ്റെ സഭ വിശുദ്ധ സഭ, ബാക്കിയുള്ള നാട്ടിലെ സഭ മുഴുവൻ ചെകുത്താൻ്റെ സഭ. ഉപദേശത്തിൽ ഒരുമയുള്ള സകല സഭകളും ഇന്ന് കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാർ എടുക്കപ്പെടുമ്പോൾ എല്ലാ ഉപദേശ പെശകില്ലാത്തതും എടുക്കപ്പെടും. ആരുടെ കൂടെ എന്നുള്ളത് നോക്കണ്ട. IPC ആയിക്കോട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, ഷാരോൺ ആയിക്കോട്ടെ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗിൽ ഹല്ലേലൂയ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന രാജു പൂവക്കാല വന്ന് നിന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ മനസ്സ് തുറന്ന് മറ്റുള്ള സഭകളെയും വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സ്, അതാണ് യേശുവിൻ്റെ മനസ്സ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിരോധിക്കല്ലേ, നിങ്ങളുടെ കൂട്ടത്തിനല്ലെന്ന് പറഞ്ഞ് വിരോധിക്കല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബദ്ധവും പറ്റും. ചിലപ്പോൾ അവൻ നമ്മുടെ കൂട്ടത്തിലല്ലായിരിക്കും, വേറെ പാളയത്തിലാണെന്ന് വിചാരിച്ച് കൈകാര്യം ചെയ്യും. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായിരുന്നു പുള്ളി നമ്മുടെ പാളയത്തിലായിരുന്നു, കാര്യമില്ല, അവൻ നിന്നെ വിട്ട് പോയിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അബദ്ധം പറ്റാനിടയാകല്ലേ. ഒടുവില യേശു ക്രിസ്തുവിൻ്റെ ഒരു മനസ്സുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷത്തിൻ്റെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ 5-ാം വാക്യത്തിലൊക്കെ വായിക്കുന്ന ചില ഭാഗങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സമയത്തിനൊക്കെ വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. തന്നെ മുൾമുടി ധരിപ്പിച്ചവർ, ചാട്ടവാറ് കൊണ്ട് അടിച്ചവർ, പച്ചമര കുരിശ് തോളിലോട്ടെടുത്ത് വച്ചു കൊടുത്തവർ, ഹല്ലേലൂയ, ഗോൽഗോഥ മുതൽ ഗബഥ മുതൽ ഗോൽഗോഥ വരെ വീണും എഴുന്നേറ്റും പോയിട്ടും ആമേൻ, ഹല്ലേലൂയ, അവനെ അടിച്ച് ഗോൽഗോഥ മല വരെ കൊണ്ടുപോയിട്ട് അവിടെ ക്രൂശിന്മേൽ കൈകാലുകൾ വിരിച്ച് ആണി തറച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അസ്ഥികളൊക്കെയും ബന്ധം വിടത്തക്കവണ്ണം ആ ക്രൂശെടുത്ത് അതിനു വേണ്ടി കുഴിയിലേക്ക് ഇട്ടവർ, ചിത്രത്തയിൽ അവന്റെ തുന്നലില്ലാത്ത താങ്കിക്ക് ചീട്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ മനസ്സ് എത്ര പേർക്കുണ്ട്? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൽ തകർക്കാൻ നിൽക്കുന്നവനെ ഉയർത്താൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, കമ്പാഷൻ പറഞ്ഞ് കടല കൊടുക്കാൻ പറ്റും, കമ്പാഷൻ പറഞ്ഞ് പാൽപ്പൊടി കൊടുക്കാൻ പറ്റും, കമ്പാഷൻ പറഞ്ഞ് പ്രൈസ് ഗോഡ് കമ്പപ്പൊടി കൊടുക്കാൻ പറ്റും, പഴയ തുണി കളക്ട് ചെയ്ത് കൊണ്ടുപോയി വിതരണം ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്കൂൾ തുറക്കുമ്പോൾ ദൈവത്തെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും. ദൈവത്തെ സ്തോത്രം. കഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് വേണമെങ്കിൽ സദ്യ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പുറകിൽ നിന്നെ പ്രേരിപ്പിക്കുന്ന വികാരമെന്ത്? കർത്താവ് പുറത്തുള്ളതിനെ നോക്കുമ്പോൾ അകത്ത് നോക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അവൻ എങ്ങനെ ക്ഷമിക്കുമെന്ന് അറിയത്തില്ലെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ, പിടിച്ചുകെട്ടുവാൻ ഗെത്സമനെ തോട്ടത്തിലേക്ക് വന്ന ചേകവരുടെ കൈ അവന്റെ മേൽ വച്ചപ്പോൾ സകല ആത്മാർത്ഥതയും തെളിയിച്ചുകൊണ്ട് പത്രോച്ചൻ വാളൂരി ഒരൊറ്റ വെട്ട് മഹാപുരോഹിതന്റെ ബാല്യക്കാരൻ്റെ ഒരു കാത് താഴെ വീണു. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പലരുമായിരുന്നെങ്കിൽ കൊടുക്കട മറ്റേ കാതും വെട്ടറാന്ന് പറയും. നിനക്കറിയത്തില്ല, ഞാൻ കാണിച്ചു തരാന്ന് പറയും. യേശു ചെയ്തത് തൊട്ട് സൗഖ്യമാക്കി. വാള ഉറയിലിട്. വാളില്ലാഞ്ഞിട്ടല്ല, വാളിന് മൂർച്ച ഇല്ലാഞ്ഞിട്ടല്ല, വെട്ടാനറിയാത്ത കുഴപ്പമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് രാത്രി ഉള്ള വാള് വെച്ച് വെട്ടുന്നതിന് പകരം നമുക്കൊരു ശുശ്രൂഷയുണ്ട്. വല്ലവനും വെട്ടിയിട്ടതിനെയൊക്കെ ഒന്ന് സൗഖ്യമാക്കുവാൻ, വല്ലവനും വെട്ടിയിട്ട ചെവിയൊക്കെ ഒന്ന് സൗഖ്യമാക്കുവാൻ, വല്ലവനും വെട്ടിയിട്ട ജീവിതങ്ങളെ ഒന്ന് ഉയർത്തിയെടുപ്പാൻ, വല്ലവനും പിശാച് തകർത്തിട്ട കുടുംബങ്ങളെ ഉദ്ധരിച്ചെടുക്കാൻ. അതാണ് യേശുവിൻ്റെ മനസ്സ്. ആ മനസ്സറിഞ്ഞവരുടെ ശുശ്രൂഷയ്ക്ക് ദൈവം കാതോർക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മളുടെ ദൗത്യം എന്ത്? ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ. ഹല്ലേലൂയ. ആ ദൗത്യം യഥാർത്ഥമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ ഭർത്താവിനെയും മക്കളെയും
വണ്ടിക്കകത്തിട്ട് ചുട്ടുകരിച്ചാലും ആ ദൗത്യം മനസ്സിലാക്കിയ ഗ്രഹാമിന്റെ ഭാര്യ പറഞ്ഞു, ഇവരുടെ നേരെ കേസെടുക്കണ്ട, ഇവരുടെ നേരെ കേസെടുക്കണ്ട, ഇവരുടെ നേരെ കേസെടുക്കണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, എനിക്ക് വരുന്ന നഷ്ടമല്ല വിഷയം, എനിക്ക് ലാഭമായി ഒന്ന് തന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള ഒന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വാഗ്ദത്തം തന്ന്, ആ അനുഭവം തന്ന് കർത്താവ് നമ്മളെ വിളിച്ചതാണ്. ഇനി നമുക്ക് വേണ്ട ക്രിസ്തുയേശുവിൻ്റെ മനസ്സറിയാവുന്നവർ ആമേൻ ഹല്ലേലൂയ. ഈ നാളുകളിൽ ഒരു കാര്യം തീർത്ത് മനസ്സിലാക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ അപേക്ഷിച്ചാൽ 12 ലെഗ്യോനിലധികം സേവകരെ എനിക്ക് വേണ്ടി പോരാടേണ്ടതിന് പിതാവ് നിർത്തുമായിരുന്നു. നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നല്ല വിഷയം. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഈ പ്രൈസ് ഗോഡ് 21-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ഇതുപോലെ നിൽക്കേണ്ട സമയങ്ങൾ വരും. ആമേൻ ഹല്ലേലൂയ. നമുക്ക് പോലീസിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, മന്ത്രിമാരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, രാഷ്ട്രീയത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, മസിൽ പവർ കാണും, മണി പവർ കാണും, മാൻ പവർ കാണും. എന്നാൽ ഈ പവറൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കല്ല് ചീറിപ്പാഞ്ഞു വരുമ്പോൾ, നിന്നെ തകർക്കുവാനായി നിന്റെ മുഖത്തിന് നേരെ കല്ല് ചീറിപ്പാഞ്ഞു വരുമ്പോൾ മുട്ടുകുത്തി കാണേണ്ട ഒരു ദർശനമുണ്ട്. ദൈവശക്തിയുടെ വലത്തു ഭാഗത്തെന്റെ പ്രാണപ്രിയൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഏതായാലും ദൈവമക്കളെ, ഒരു ജീവിതമേ ഉള്ളൂ. അത് യേശുവിന് വേണ്ടി കത്തിത്തീരണം, യേശുവിന് വേണ്ടി കത്തിത്തീരണം. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. ഇന്ന് രാത്രി കർത്താവേ, ഈ വരുന്ന കാലഘട്ടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനും സഭകൾ നടത്തുവാനും സ്നാനങ്ങൾ നടത്തുവാനും എന്ത് എതിർപ്പ് വന്നാലും എനിക്ക് നോക്കാൻ ഒരു ക്രൂശിക്കപ്പെട്ടവനായ കർത്താവുണ്ട്. ആ ക്രൂശിൽ നോക്കിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ. എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രയാസം വന്നാലും സുവിശേഷം അറിയിക്കുന്നതിന് ഞാൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്റെ ദൈവത്തിന് വേണ്ടി, എന്റെ യേശുവിന് വേണ്ടി ഒരു വെടിച്ചാരമായി തീരേണ്ടി വന്നാലും എനിക്കൊരു ഉറപ്പുണ്ട്, ആ ചാരത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ഒരു സമർപ്പണം 2015 ഈ തീമിന്റെ മുമ്പിൽ ഉണ്ടായാൽ ഞാനൊരു കാര്യം പറയാം, ഭാരതം യേശുവിനെ അറിയും, ഭാരതം മുഴുവൻ യേശുവിനെ അറിയും. ആമേൻ. ഒരു സ്റ്റെഫാനോസിന്റെ മരണം ഒരു പൗലോസിനെ ഉളവാക്കി. ഒരു പൗലോസിന്റെ മാനസാന്തരം അറിയപ്പെട്ട ലോകം മുഴുവൻ യേശുവിന് വേണ്ടി കീഴടക്കി. എനിക്കൊരു സ്റ്റെഫാനോസ് ആകണമെങ്കിൽ അങ്ങനെ, അല്ല പൗലോസ് ആകണമെങ്കിൽ അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം. ഹല്ലേലൂയ. കർത്താവിനെ എന്നെ ഉപയോഗിക്കുവാൻ, സുവിശേഷത്തിനോട് ഉപയോഗിക്കുവാൻ നിന്റെ മനസ്സ് മനസ്സിലാക്കി എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, പ്രൈസ് ഗോഡ്, എല്ലാം മറന്ന് എന്തും സഹിക്കാൻ, എന്തും വഹിക്കാൻ, എന്തും പൊറുക്കാൻ, എന്തും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകും. എൻ്റെ കർത്താവേ, എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറഞ്ഞ് ഈ യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരൊന്ന് കരം ഉയർത്തിയാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഈ 20-ാം നൂറ്റാണ്ടിൽ രാജ്യം അതിലെ വലിയ പ്രതികൂലത്തിൽ കടന്നു പോകുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽപ്പാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. കരങ്ങൾ ഉയർത്തി എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുത്ത് സമർപ്പിക്കാൻ പോകുകയാണ്. സർവശക്തൻ നിന്നെ ഉപയോഗിക്കട്ടെ. പേടിക്കണ്ട, പേടിക്കണ്ട. തീയുടെ ബലം കെടുത്താൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. സിംഹങ്ങളുടെ വായടക്കാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരു വരി പ്രാർത്ഥന എന്നോടുകൂടെ പറയുവാൻ മനസ്സുള്ളവർ കരം ഉയർത്തി ഉറക്കെ പറയാമോ? കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവേ, നിന്റെ ഭാവം എൻ്റെ ഉള്ളത്തിലേക്ക് തരണമേ. ഈ വല്ലാത്ത കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ, വളരെ ദുഷ്കരമായ കാലഘട്ടത്തിൽ മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും വാത്സല്യമില്ലാത്തവരും സ്വാർത്ഥന്മാരും തന്നിഷ്ടക്കാരുമായി നടക്കുമ്പോൾ
നിന്റെ ഇഷ്ടമറിഞ്ഞ് നിന്നെ സേവിപ്പാൻ, നിന്നെ വിളിച്ചറിയിക്കാൻ, നിന്റെ വചനം ഉയർത്തുവാൻ ഒരു വ്യക്തിയോടെങ്കിലും 2015 യേശുവിന്റെ വചനം പറഞ്ഞ് അവനെ നേടുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം ഇന്ന് എൻ്റെ മേൽ പകരണമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത വർഷം കൺവെൻഷന് വരുമ്പോൾ ഒരാളെയെങ്കിലും നേടി വരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.